ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് സ്പെഷ്യൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന മൈക്രോ ടിപ്സ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ത് ചെയ്താലും പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതിനൊരു 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അത് ക്വസ്റ്റ്യൻസ് വരുന്ന പാറ്റേൺ ഞാൻ ഒന്ന് ജസ്റ്റ് ആദ്യമേ ഒന്ന് പറഞ്ഞുതരാം. ചിലപ്പോൾ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് ഇക്വേഷൻ ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഫ്ലക്സ് ഏത്, ഗ്യാങ് ഏത്, സ്ലാഗ് ഏത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അയണിന്റെ ഓർ ആരൊക്കെ എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ മെത്തേഡ്, ഈ ടൈപ്സ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനു മുമ്പേ വന്നിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ത് ചെയ്താലും ഈ വർഷത്തെ പരീക്ഷ, അതായത് മാർച്ച് 20 നടക്കാൻ പോകുന്ന 2024 മാർച്ച് 20 നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്കും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്കപ്പം ആ ടോപ്പിക്കിലേക്ക് പോവാം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ. അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, അയണിന്റെ വ്യാവസായിക നിർമ്മാണം. ഓക്കെ, അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അയണിന്റെ 2 ഓറുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് ആ 2 ഓറുകൾ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. അതിൽ നമുക്ക് ആവശ്യം ഹേമറ്റൈറ്റ് എന്നുള്ള ഓർ. ആരാണ്? ഹേമറ്റൈറ്റ് എന്നുള്ള ഓറാണ്. ഹേമറ്റൈറ്റിന്റെ ഫോർമുല എന്താണ്? Fe2O3. എന്താണ്? Fe2O3 എന്നാണ് ഹേമറ്റൈറ്റിന്റെ ഫോർമുല. ഈ ഹേമറ്റൈറ്റിനെ നമ്മൾ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് എന്നുള്ള ഒരു പ്രോസസ്സിന് വിധേയമാക്കും. കോൺസെൻട്രേഷൻ ഓഫ് ഓർസിൽ ഏത് പ്രോസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് വാഷിങ്ങിനാണ് വിധേയമാകുന്നത്. ഏതിനായിരിക്കും? ഹൈഡ്രോളിക് വാഷിംഗ്. ഹൈഡ്രോളിക് വാഷിംഗ് നടത്തുന്ന സമയത്ത് അപ്പൊ നമ്മൾ അവിടെ പഠിച്ച കാര്യം, ഹൈഡ്രോളിക് വാഷിങ്ങിൽ എന്താണ് ചെയ്യണമെന്നുള്ള കാര്യം ഓർത്തോണം. ഇമ്പ്യൂരിറ്റീസിന് എന്തോന്നായിരിക്കും ഇവിടെ ഡെൻസിറ്റി കുറവായിരിക്കും. ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കുറവായിരിക്കും. സോ ഇവിടെ എന്തോ മുകളിൽ കിടക്കും. വാട്ടറിന്റെ സപ്ലൈ വരുമ്പം ഇതെന്തോ വാഷ് ചെയ്ത് മാറ്റണം. ഇമ്പ്യൂരിറ്റീസിനെ അരിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ നടത്തണം. ഇനി അതിനുശേഷം നമ്മൾ ഇതിന് എന്തോന്നിന് വിധേയമാക്കൂടെ? റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിലോട്ട് വിധേയമാക്കുക. ഏത് പ്രോസസ്സിലോട്ട് വിധേയമാക്കൂടെ? റോസ്റ്റിംഗ് എന്നുള്ള ഈ പ്രോസസ്സിലോട്ട് നമ്മൾ വിധേയമാക്കുക. റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സിലോട്ട് വിധേയമാക്കുക. റോസ്റ്റിംഗിൽ നടക്കുന്നത് എന്താണ്? അവിടെ എയറിന്റെ പ്രസൻസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് എന്ത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമായിരിക്കും റോസ്റ്റിംഗിന്റെ കാൽസിനേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് റോസ്റ്റിംഗ്, കാൽസിനേഷൻ. അത് മറ്റൊരു ക്ലാസ്സിലൂടെ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോ. റോസ്റ്റിംഗും കാൽസിനേഷനും അത് എക്സാമിന് ഉണ്ടായിരിക്കും. ഓക്കെ, റോസ്റ്റിംഗും കാൽസിനേഷൻ. ഓക്കെ, അതിൽ ഇവിടെ നമുക്ക് എടുക്കാവുന്ന റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സാണ്. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയണിന്റെ സമയത്ത് നമ്മൾ എടുക്കുന്നത് റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സാണ്. ഈ റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ് എന്താണ് നമ്മൾ അവിടെ ചിന്തിക്കുന്നത്? എന്താണ് റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ്? ഒരു മെറ്റലിനെ അതിന്റെ മെൽറ്റിംഗ് പോയിന്റിനെക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ ചൂടാക്കും. മെൽറ്റിംഗ് പോയിന്റിനെക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ ചൂടാക്കും. ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, കറണ്ട് ഓഫ് എയർ അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് എയറിലാണ് അത് ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സിനെ റോസ്റ്റിംഗ്. അങ്ങനെ റോസ്റ്റിംഗിന് വിധേയമാക്കുമ്പം അവിടുന്ന് ആർസെനിക്, ആരാണ്? എസ് എന്ന് പറയുന്നത് ആർസെനിക് റിമൂവ് ആവും. എസ് സൾഫർ റിമൂവ് ആവും. പി എന്ന് പറയുന്നത് ഫോസ്ഫറസ് റിമൂവ് ആവും. അതേപോലെ തന്നെ വാട്ടർ വേപ്പർ ആയിട്ട് റിമൂവ്. അപ്പം നമുക്ക് അവിടെ റോസ്റ്റിംഗ് എന്നുള്ള പ്രോസസ് ചെയ്യുമ്പോൾ ഇമ്പ്യൂരിറ്റീസ്, അയണിൽ അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആയ ആഴ്സനിക്, സൾഫർ, ഫോസ്ഫറസ്, വാട്ടർ ഇതെല്ലാം എന്തോന്നായിട്ട് മാറൂടെ? എക്സ്പെൽ ചെയ്തങ്ങ് മാറും. നമുക്ക് പിന്നെ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ആളിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് SiO2. ആരാണ് റിമൂവ് ചെയ്യാൻ പറ്റാത്തത്? SiO2 എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ്. അയാളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്നത്. ഈ ആൾക്കാരെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരു പുതിയൊരാളെ കൊണ്ടുവരും. അതായത് സിലിക്കൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പുതിയൊരാളിനെ കൊണ്ടുവരും. അതാണ് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ്. അതാണ് നമ്മുടെ എന്താണ്? ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിന്റെ മുകളിലും താഴെയും ഓട്ടയായിരിക്കും. താഴെ കൂടെ ചൂടുള്ള എയറിനെ കടത്തിവിടും. ഓക്സിജനെയാണ് കടത്തിവിടുന്നത്. ഹൈ പ്രഷറിൽ, ഹൈ ടെമ്പറേച്ചറിലും കടത്തിവിടും. ഈ കടത്തിവിടുന്നതനുസരിച്ച് നമ്മൾ അതിൽ കുറെ ആൾക്കാരെ കൊടുക്കുകയും അവരെല്ലാരും കൂടെ അതിന്റെ അകത്തോട്ട് പോയി പല പ്രോസസ്സിന് വിധേയമാക്കി നമുക്ക് ഈ സിലിക്കൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ തൊട്ടടുത്ത് ഈ ഇക്വേഷൻ രൂപത്തിൽ കൊടുത്തിട്ടുള്ളത്. ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നമ്മൾ ഇടുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹേമറ്റൈറ്റ്, അതായത് നമ്മുടെ അയണിന്റെ ഓർ Fe2O3. അടുത്ത ലൈംസ്റ്റോൺ. അടുത്ത എന്താ പറയുന്നത്? ലൈംസ്റ്റോൺ, കാൽഷ്യം കാർബണേറ്റ് CaCO3. അതേപോലെ തന്നെ കോക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കാർബണിന്റെ പ്രസൻസിനാണ് ഇടുന്നത്. കോക്ക് എന്ന് പറയുന്നതാണ് കാർബണിന്റെ പ്രസൻസിനാണ് ഇടുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിന്റെ ഈ മുകൾ ഭാഗത്ത്, അതായത് ഈ ഫിഗറിൽ നോക്കി ഈ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇത് കൊടുക്കും. ഓക്കെ,
ഈ മുകൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ട് താഴെ എന്തോന്ന് വന്നുകൊണ്ടിരിക്കേണ്ടത്, ചൂടായിട്ടുള്ള എയർ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ആ എയറിലുള്ള ഓക്സിജൻ, കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് അവിടെ എന്തോന്നുണ്ടാവും, അവിടെ കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അവിടെ എന്തോന്നുണ്ടാവും, കാർബൺ ഡയോക്സൈഡ്. കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. ഈ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കാർബണുമായിട്ട് ചേർന്ന്, കാർബൺ ഡയോക്സൈഡ് കൂടുതൽ കാർബണിന്റെ പ്രസൻസിൽ എന്തോന്നുണ്ടാവും, അവിടെ കാർബൺ മോണോക്സൈഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ് കാർബൺ മോണോക്സൈഡ്. എങ്ങനെ ഇമ്പോർട്ടന്റ് ആവും എന്ന് ചോദിച്ചാൽ, കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ ഇവിടുത്തെ റിഡ്യൂസിങ് ഏജന്റ്. കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ റിഡ്യൂസിങ് ഏജന്റ്. എന്ത് ചെയ്താലും അത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, പഠിച്ചു വെച്ചോ. കാർബൺ മോണോക്സൈഡ് നമ്മുടെ റിഡ്യൂസിങ് ഏജന്റ്. എന്തോന്നിന്റെ പ്രൊഡക്ഷൻ സമയത്ത്, അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന റിഡ്യൂസിങ് ഏജന്റ് ആര്? ഇതേ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ചോദിച്ചിരിക്കും. എടാ, അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന റിഡ്യൂസിങ് ഏജന്റ് ആര്? ഏജന്റ് ആരാണ് നമ്മുടെ റിഡ്യൂസിങ് ഏജന്റ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് മക്കളെ തെറ്റിച്ചളയിൽ CO ആരാണ്? CO. കാർബൺ മോണോക്സൈഡ് ആണ് നമ്മുടെ അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്തുള്ള റിഡ്യൂസിങ് ഏജന്റ്. ഈ റിഡ്യൂസിങ് ഏജന്റ് അവിടെ തന്നെ നിന്നോട്ടെ. അത് ഈ ഹേമറ്റൈറ്റുമായിട്ട് ചേരും. ആരുമായിട്ട് ചേരും? ഇവിടെ ഹേമറ്റൈറ്റുമായിട്ട് ചേരും. ഹേമറ്റൈറ്റുമായിട്ട് ചേർന്ന് അയണും കാർബൺ ഡയോക്സൈഡും ആക്കി മാറ്റും. ആരൊക്കെ ആയിട്ട് മാറ്റും? ഇവിടെ അയണും കാർബൺ ഡയോക്സൈഡായിട്ട് മാറ്റും. അപ്പൊ നേരത്തെ പറഞ്ഞ റിഡ്യൂസിങ് ഏജന്റ് ആയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് വന്ന് ഹേമറ്റൈറ്റിൽ നിന്ന് അതിനെ ഡീകമ്പോസ് ചെയ്യും. ആരെ ഡീകമ്പോസ് ചെയ്യും? അയണിനെ ഡീകമ്പോസ് ചെയ്യും. അയണും കാർബൺ ഡയോക്സൈഡും കിട്ടും. Fe2O3 കാർബൺ മോണോക്സൈഡ് CO ആയിട്ട് ചേർന്ന് എന്തോന്നൊക്കെ ആയിട്ട് മാറ്റൂടെ? Feയും CO2 ആയിട്ട് മാറും. Feയും CO2 ആയിട്ട് മാറും. ഇനി അടുത്ത് നമ്മൾ ഇട്ടതില് അപ്പൊ ഹേമറ്റൈറ്റ് നമുക്ക് ഇവിടെ പ്രോസസ്സിന് വിധേയമായി, കാർബണും പ്രോസസ്സിന് വിധേയമായി. അടുത്തൊരാളുണ്ട്, കാൽഷ്യം കാർബണേറ്റ്, ലൈം സ്റ്റോൺ അല്ലെ, കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. ഈ കാൽഷ്യം കാർബണേറ്റ് എന്തോന്ന്, സ്വയം ഡീകമ്പോസിഷന് വിധേയമായി കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്, കാൽസ്യം ഓക്സൈഡ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ കാൽസ്യം ഓക്സൈഡിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അമോണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ കാൽസ്യം ഓക്സൈഡിന്റെ മറ്റൊരു പേരും കൂടെ പറഞ്ഞ് എന്താണ്, ക്യുക്കിലൈൻ എന്ന് പറയുന്നത്, ക്യുക്കിലൈൻ. ഇവിടെ കാൽസ്യം കാർബണേറ്റിന്റെ പേരെന്തോടെ, ലൈം സ്റ്റോണും അതേപോലെ കാൽസ്യം ഓക്സൈഡിന്റെ പേരെന്തോടെ, ക്യുക്കിലൈം എന്നുള്ള പേര്. മാറിപ്പോലെ ഓർത്ത് വെച്ചോണം. ഈ ക്യുക്കിലൈമുമായിട്ട് മാറും. ആര് മാറും? കാൽസ്യം കാർബണേറ്റ് ക്യുക്കിലൈമും അതേപോലെ, അതായത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറും. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡ് മാറും. ഇനി ഇവിടത്തെ താരം കാൽസ്യം ഓക്സൈഡ്. നമ്മുടെ താരം ആരാണ്? പിന്നെ കാൽസ്യം ഓക്സൈഡ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇവരെല്ലാരെയും കൊണ്ടുവന്ന ബ്ലാസ്റ്റ് ഫർണസ് ഇട്ടത്? നമുക്ക് നേരത്തെ റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? സിലിക്കൺ ഡയോക്സൈഡ്. എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ്. ഈ സിലിക്കൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആരെ കൊണ്ടുവന്ന? കാൽസ്യം ഓക്സൈഡിനെ കൊണ്ടുവന്ന. അപ്പൊ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായിട്ട് ചേർന്ന് കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാവും. എന്താണ്? കാൽസ്യം സിലിക്കേറ്റ്, CaSiO3 കാൽസ്യം സിലിക്കേറ്റ് ഉണ്ടാവും. ഇത് ഇത്രയാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇങ്ങനെ ഉണ്ടാവുന്നത് ഈ മോൾട്ടൺ സ്ലാഗും, ഈ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്, മോൾട്ടൺ സ്ലാഗും അതേ തന്നെ മോൾട്ടൺ അയൺ ആയിട്ടാണ് കാണുന്നത്. അതായത് ഉരുകിയ അവസ്ഥയിലാണ് ഈ സ്ലാഗും അയൺ. സ്ലാഗ് എന്ന് പറഞ്ഞാൽ കാൽസ്യം സിലിക്കേറ്റ്, അയൺ മോൾട്ടൺ ഉരുകിയ അയണുമായിട്ട് കാണപ്പെടും. ഇതിനെ നമ്മൾ രണ്ടിനെയും പ്രത്യേകം സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. ഇതിൽ നിന്ന് സ്ഥിരം ചോദിക്കണ കുറച്ച് വൺ വേർഡ്സുകൾ ഞാൻ പറയാം. ആ ബോർഡിലൂടെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോടെ. അതായത് നമ്മൾ ഇവിടെ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ റിഡ്യൂസിങ് ഏജന്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന റിഡ്യൂസിങ് ഏജന്റ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്? കാർബൺ മോണോക്സൈഡ്. ആരാണ്? കാർബൺ മോണോക്സൈഡ്. അതേപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് ആരൊക്കെ ആവാന്ന് ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെ ആവും ഇവിടെ? കാൽസ്യം ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. കാൽസ്യം ഓക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിന്നെ അടുത്ത് ഈ കാൽസ്യം ഓക്സൈഡ് ആണ് എന്തോന്ന് ചെയ്യാൻ പോണത്? റിയാക്ട് ചെയ്യാൻ പോണ. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യാൻ പോണ? സിലിക്കൺ ഡയോക്സൈഡ്. ആരുമായിട്ടാണ്? സിലിക്കൺ ഡയോക്സൈഡ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അയണിന്റെ പ്രൊഡക്ഷൻ സമയത്ത്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റി ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ആ ഇമ്പ്യൂരിറ്റിയുടെ പേരാണ് എന്തോന്നടെ? സിലിക്കൺ ഡയോക്സൈഡ്, SiO2. അപ്പൊ നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഒൺവേഡുകൾ പറഞ്ഞ്
CO റെഡ്യൂസിങ് ഏജന്റ്, SiO2 നമുക്ക് ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഗ്യാങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും SiO2 സിലിക്കൺ ഡയോക്സൈഡ് തന്നെയാണ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്ഥിരം ഇനി ചിലപ്പോൾ ചോദിക്കാൻ ഒരു സാധ്യത, ഒരു പ്രൊഡിക്ഷൻ ആണ്. ഈ കാൽസ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡ് അല്ലെ, അവര് തമ്മിൽ ചേർന്ന് കിട്ടുന്നത് ആരാണെന്ന് ചോദിക്കാം. കാൽസ്യം ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും തമ്മിൽ ചേർന്ന് കിട്ടുന്നത് ആരാന്ന് ചോദിക്കാം. കാൽസ്യം സിലിക്കേറ്റ്. എന്തുവാണ് കാൽസ്യം സിലിക്കേറ്റ്? അത് ഈ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ്, കാൽസ്യം ഓക്സൈഡും സിലിക്കൺ ഡയോക്സൈഡും കൂടെ ചേർന്ന് കിട്ടുന്നതായിരിക്കും കാൽസ്യം സിലിക്കേറ്റ്. അതിന്റെ ഫോർമുല ഓർത്ത് വെച്ചോ, CaSiO3. ഇന്ന് നമ്മൾ ഈ പഠിച്ച ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്നുള്ള ടോപ്പിക്കിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെങ്കിലും ആ ഒരു റിയാക്ഷൻ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് വൺ വേർഡുകൾ വരാറുണ്ട്, അല്ല റിയാക്ഷൻ എഴുതാനുള്ള ചോദ്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പ്രിഡിക്ട് ചെയ്ത ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ പഠിച്ചു. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞൊരു ടേം ഉണ്ട്, റോസ്റ്റിംഗും കാൽസിനേഷൻ. എന്ത് ചെയ്താലും നിർബന്ധമായിട്ട് നോക്കിയിടുവോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. റോസ്റ്റിംഗ് പ്രസൻസ് ഓഫ് എയറിലാണ് നടക്കുന്നത്, കാൽസിനേഷൻ ആബ്സെൻസ് ഓഫ് എയറിലാണ് നടക്കുന്നത്. രണ്ട് പ്രോസസ്സുകളാണ്. അത് മാത്രം എഴുതി വെച്ചെന്ന് പറഞ്ഞ മാർക്ക് കിട്ടൂല. ഒരു മെറ്റലിന് അതിന്റെ ടെമ്പറേച്ചറിനേക്കാളും മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യിക്കും. അത് ആബ്സെൻസ് ഓഫ് എയറിലാണെങ്കിൽ കാൽസിനേഷൻ, പ്രസൻസ് ഓഫ് എയറിലാണെങ്കിൽ റോസ്റ്റിംഗും ആയിരിക്കും നടക്കുന്നത്. ശരി, ആ ഒരു കാര്യം കൂടെ ഓർത്തോണം. പിന്നെ ഇപ്പം പറഞ്ഞ കാൽസ്യം സിലിക്കേറ്റ്, അതായത് കാൽസ്യം ഓക്സൈഡ് ഫ്ലക്സ് ആണ്, സിലിക്കൺ ഡയോക്സൈഡ് ഗ്യാങ് ആണ്. ഫ്ലക്സും ഗ്യാങ്ങും കൂടെ കിട്ടിയ കാൽസ്യം സിലിക്കേറ്റ് ആരാണ്? സ്ലാഗ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച് ഈ പഠിച്ചതിൽ നിന്ന് എല്ലാം കൂടെ ഒരു 5-6 മിനിറ്റ് എടുക്കും ഇത് പഠിക്കാൻ. ഇതുവരെയും പഠിച്ച് തുടങ്ങാത്തവർക്ക്, ഈ ടോപ്പിക്ക് തുടങ്ങാത്തവർക്ക് പോലും ഒരു 6-7 മിനിറ്റിനകത്ത് പഠിച്ച് തീരാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. നിർബന്ധമായിട്ട് പഠിച്ചോണ്ടു. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിന്നൊരു ചോദ്യം വന്നിരിക്കും, എന്ത് ചെയ്താലും വന്നിരിക്കും. നിങ്ങൾക്ക് മാർക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ, A+ എന്നൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് തന്നെ വേണം. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ എന്നുള്ള ടോപ്പിക്ക് നിർബന്ധപൂർവ്വം പഠിച്ചിട്ട് പോ, ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അത് ശ്രീലാലിന്റെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അടുത്തത് കേട്ടോ. ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പൊ ഇത് കട്ട് ചെയ്തോണം ഇടയ്ക്കുള്ള. നമുക്ക് ഇനി അടുത്തൊരു ചോദ്യം കൂടെ പഠിക്കാം കേട്ടാടെ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു ചോദ്യം, അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അയൺ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം കിങ് ഓഫ് കെമിക്കൽസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് കിങ് ഓഫ് കെമിക്കൽസ്? ഓർത്തു വെച്ചോ, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്ന ആളാരാണ്? സൾഫ്യൂരിക് ആസിഡ്, കിങ് ഓഫ് കെമിക്കൽസ്. നമുക്ക് കിങ് ഓഫ് കെമിക്കൽസിന് നമുക്ക് എങ്ങനെ എഴുതാടെ? KOC അല്ലെ, KOC കിങ് ഓഫ് കെമിക്കൽസ് അല്ലെ. നമുക്ക് കെ അറിയാല്ല, കിങ് ഓഫ് കുത്ത. അതേപോലെ കിങ് ഓഫ് കെമിക്കൽസ് ആണ് നമ്മുടെ സൾഫ്യൂരിക് ആസിഡ്. ഈ സൾഫ്യൂരിക് ആസിഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. അയൺ പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചോ. അതില് കോണ്ടാക്ട് പ്രോസസ്, എന്താണ് കോണ്ടാക്ട് പ്രോസസ്? ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിളിക്കുന്ന പേര് കോണ്ടാക്ട് പ്രോസസ്. ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വിളിക്കുന്ന പേരെന്താണ്? കോണ്ടാക്ട് പ്രോസസ്. ഓക്കെ, അവിടെയും ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സൾഫർ, എസ് എന്ന് പറയുന്നത് സൾഫർ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് എന്തോന്നായിട്ട് മാറേ? സൾഫർ ഡയോക്സൈഡ് ആയിട്ട് മാറും. സൾഫർ ഓക്സിജന്റെ പ്രസൻസിൽ ബേൺ ചെയ്ത് സൾഫർ ഡയോക്സൈഡ്, S+O2 gives SO2. S സൾഫർ, O2 ഓക്സിജൻ, SO2 സൾഫർ ഡയോക്സൈഡ്. അടുത്ത സ്റ്റെപ്പ് നോക്കിയോ, SO2 ഈ കിട്ടിയ സൾഫർ ഡയോക്സൈഡ് കൂടുതൽ ഓക്സിജന്റെ പ്രസൻസിൽ എന്തോന്നായിട്ട് മാറും? സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറും. എന്തോന്നായിട്ട് മാറൂടെ? സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഞാൻ ഇപ്പൊ റൗണ്ട് ചെയ്ത ആ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡിന്റെ സമയത്ത് റിവേഴ്സിബിൾ റിയാക്ഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയത്തിലോട്ടുള്ള റിയാക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ റിയാക്ഷനേ ഉള്ളൂ. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് ചേരുന്നതാണ് ഇക്വിലിബ്രിയ റിയാക്ഷൻ. സൾഫർ ട്രൈഓക്സൈഡ് ഉണ്ടാവും. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായിട്ട് ചേർന്ന് സൾഫർ ട്രൈഓക്സൈഡ് ഉണ്ടാവുന്നതാണ് എന്തോടെ ഈ പറഞ്ഞ ഇക്വേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത്? ഇക്വിലിബ്രിയ ഇക്വേഷൻ, റിവേഴ്സിബിൾ ഇക്വേഷൻ ആയിട്ടാണ് നമ്മൾ അതിനെ പറയുന്നത്. അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരാണെന്ന് ചോദിക്കുക. അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ സമയത്ത് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരാണെന്ന് ചോദിക്കട്ടെ. V2O5 ആരാണ്? V2O5 വനേഡിയം പെന്റോക്സൈഡ്. V2O5 വനേഡിയം
പെന്റോക്സൈഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വനേഡിയം പെന്റോക്സൈഡ് V2O5. പിന്നെ അതേപോലെ തന്നെ വേറൊരാളും കൂടെ ഉണ്ട്. നമുക്ക് അവിടെ ഉപയോഗിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കാം. ടെമ്പറേച്ചർ 450 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എത്രയാണ്? 450 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എത്രയാണ്? 450 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. V2O5 വനേഡിയം പെന്റോക്സൈഡ് എന്നുള്ള ആളും 450 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ആളും. 450 ഡിഗ്രി സെൽഷ്യസ് 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലും വനേഡിയം പെന്റോക്സൈഡ് V2O5 വനേഡിയം പെന്റോക്സൈഡിന്റെ സാന്നിധ്യത്തിലാണ് എന്തോ നടത്തുന്നത്? കോണ്ടാക്ട് പ്രോസസ്സ് നടത്തുന്നത്. ഇനി ഈ കിട്ടിയ സൾഫർ ട്രയോക്സൈഡിന്റെ കൂടെ നമ്മൾ ആരെ ചേർക്കും? സൾഫ്യൂരിക് ആസിഡിനെ ചേർക്കും. സൾഫർ ട്രയോക്സൈഡിന്റെ കൂടെ സൾഫ്യൂരിക് ആസിഡിനെ ചേർക്കും. സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്നത് ആരാന്ന് വെച്ചാൽ H2S2O7. H2S2O7 ഇമ്പോർട്ടന്റ് ആണ്. ഒലിയം പേരെന്താ? ഒലിയം. സൾഫർ ട്രയോക്സൈഡും സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർന്ന് കിട്ടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഒലിയമാണ് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് കിട്ടുന്നത്? ഒലിയം H2S2O7. ഈ കിട്ടിയ ഒലിയത്തില് വാട്ടർ ചേർത്താണ് ആരും ഉണ്ടാക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്യുന്ന. ഒലിയത്തില് വാട്ടർ ചേർത്താണ് എന്താ പറയുക? സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നുകൂടെ ഇക്വേഷൻ ഇവിടെ സൾഫർ ഓക്സിജനായിട്ട് ബേൺ ചെയ്ത് സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവും. സൾഫർ ഡയോക്സൈഡ് കൂടുതൽ ഓക്സിജനുമായിട്ട് ചേർന്ന് വനേഡിയം പെന്റോക്സൈഡിന്റെ 450 ഡിഗ്രി സെൽഷ്യസ്. വനേഡിയം പെന്റോക്സൈഡ് അവിടുത്തെ ആരാണ്? കാറ്റലിസ്റ്റ്. മലയാളത്തിൽ നിന്ന് പറയുന്നത് ഉൽപ്രേരകം. ഉൽപ്രേരകത്തിന്റെ സാന്നിധ്യത്തില് എന്തോന്നായിട്ട് മാറും? സൾഫർ ട്രൈ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ സൾഫർ ട്രൈ ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്ന് ഒലിയം ഉണ്ടാവും. സൾഫർ ട്രൈ ഓക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്ന് എന്തുകൊണ്ടാവും? അവിടെ ഒലിയം ഉണ്ടാവും. ഈ ഒലിയം അതായത് H2S2O7 നമ്മൾ വാട്ടർ ചേർത്താണ് എന്തുണ്ടാക്കുന്ന സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്നത്. ശരി, ഇത് ഇത്രയാണ് സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ. ഇത് ഇന്ന് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ പ്രിപ്പറേഷനെ വിളിക്കുന്ന പേരെന്താണ്? അത് തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോണ്ടാക്ട് പ്രോസസ്. എന്താണ്? കോണ്ടാക്ട് പ്രോസസ്. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേര് എന്തുവാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? കിങ് ഓഫ് കെമിക്കൽസ്. കിങ് ഓഫ് കെമിക്കൽസ്. കിങ് ഓഫ് കെമിക്കൽസ്. കിങ് ഓഫ് കെമിക്കൽസ്. എന്തുവാണ്? സൾഫ്യൂരിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് കിങ് ഓഫ് കെമിക്കൽസ്. സൾഫർ ഓക്സിജനായിട്ട് ചേർന്ന് സൾഫർ ഡയോക്സൈഡ് അതെല്ലാം പഠിച്ച് നമ്മൾ അടുത്ത വനേഡിയം പെന്റോക്സൈഡ് V2O5. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? V2O5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത്. V2O5 എന്താണ് അവിടുത്തെ ക്വസ്റ്റ്യൻ എന്തോന്നായിരുന്നു? അതായത് സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ സമയത്ത് അല്ലെങ്കിൽ കോണ്ടാക്ട് പ്രോസസ് നടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് കാറ്റലിസ്റ്റ് ആരാണെന്ന് ചോദിക്കും. കാറ്റലിസ്റ്റ് ആരാണ്? വനേഡിയം പെന്റോക്സൈഡ്. ഉൽപ്രേരകാരം ചോദിച്ചാൽ വനേഡിയം പെന്റോക്സൈഡ്. നാലാമത്തെ ചോദ്യം പഠിച്ചോ? എത്ര ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ് നടത്തുന്നത്? 450 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് ഈ പ്രോസസ് നടത്തുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൾഫർ ട്രയോക്സൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേർന്ന് കിട്ടുന്ന സാധനം എന്തോന്ന് ചോദിക്കും. ആ സാധനത്തിന്റെ പേരാണ് H2S2O7. എന്തുകൊണ്ട്? H2S2O7 ഒലിയം എന്ന് പറയും. എന്തുകൊണ്ട്? ഒലിയം. സൾഫ്യൂരിക് ആസിഡും സൾഫർ ട്രയോക്സൈഡും കൂടെ ചേർന്ന് കിട്ടുന്ന ആളാണ് H2S2O7 ഒലിയം എന്നാണ് പേര്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഈ ടോപ്പിക്കും അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് പഠിച്ച അയണിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും സൾഫ്യൂരിക് ആസിഡിന്റെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനും രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് കേട്ടാ. രണ്ട് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരാനുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു ഒറ്റ ക്ലാസ് കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു 7 മാർക്കിനുള്ള ചോദ്യം ഉറപ്പാണ്. 7 മാർക്കിനുള്ള ചോദ്യം ഉറപ്പാണ്. നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകണം. ഈ പറഞ്ഞ വൺ വേർഡുകളും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിച്ച് തന്നെ ആ വീഡിയോ കാണണം. ആ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയൊന്നും വേണ്ട. നിങ്ങൾ 1-2 വട്ടം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അത് പഠിച്ചുകൊണ്ട് തന്നെ പോകണം. ഈ 8 മാർക്ക് നിങ്ങൾക്ക് കിട്ടിട്ട് അത് ശ്രീലാല് ഗ്യാരണ്ടി ആയിട്ട് തരേണ്ടി.